അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യും. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥത്താൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നതകൊണ്ട് പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാരെ, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ല എന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിധവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെൻറ്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിലെ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിൻ്റെ ജീവിതത്തെയും നിൻ്റെ കുടുംബത്തെയും ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പണ്ടേ 90കളിൽ ഞാൻ കടലോര കൃപാവരം ഞാൻ കടലിൽ നടത്തുന്ന കാലത്ത് ശക്തിധരൻ എന്ന് പറഞ്ഞ എനിക്കൊരു ഫ്രണ്ടുണ്ടായിരുന്നു. അദ്ദേഹം അന്നത്തെ മംഗളം പത്രത്തിൻ്റെ ആലപ്പുഴയുടെ ചീഫായിരുന്നു. അപ്പം അദ്ദേഹം ഇടയ്ക്കൊക്കെ ഞങ്ങളെ ഒരുമിച്ച് കൂടുകയും സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഒരു ദിവസം സംസാരിച്ചപ്പോഴേ സത്യദേവൻ പറഞ്ഞ് ഫാദറിനോട് സംസാരിക്കുമ്പോൾ ദൈവം ടാഞ്ചിബിൾ ആണെന്ന് തോന്നുന്നത് പറഞ്ഞു.
അപ്പോൾ എനിക്ക് ഞാൻ അന്ന് 90കളിലാണ്, 90ൻ്റെ ആദ്യ ഭാഗങ്ങൾ, 92, 91 കാലഘട്ടത്തിലാണ്. അതിനുശേഷം അദ്ദേഹം പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. എന്താ കാര്യത്തിനാൽ അപ്പം അദ്ദേഹം ദൈവത്തെ തേടുന്നൊരു മനുഷ്യനാണ്. അപ്പം അതുകൊണ്ട് അദ്ദേഹം എല്ലാവരോടും ഈ ദൈവികമായ കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരോടും അദ്ദേഹം സംസാരിക്കും. അപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ടാഞ്ചിബിൾ ആണെന്നുള്ള വാക്ക് പറയണത്. എന്ന് വെച്ചാൽ ദൈവം സ്പർശ്യമാണ്. അപ്പോഴെനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു, സാധാരണ മനുഷ്യനായാലും ശരി, എലൈറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായാലും ശരി, അന്വേഷിക്കുന്നത് ദൈവത്തെയാണ്. ദൈവത്തെ എന്ത് അന്വേഷിക്കണേ? അനന്തമായ അജ്ഞാനമായ ദീപ്തിപൂരത്ത് അരുളുന്ന ഒരു അബ്സ്ട്രാക്റ്റ് പ്യുവർ ആക്ട് എന്ന് പറയുന്ന അങ്ങനെയുള്ള ഒരു ദൈവത്തെ അല്ല അന്വേഷിക്കുന്നത്, ടാൻസിബിളായിട്ടുള്ള ദൈവത്തെ അന്വേഷിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്ന് നിങ്ങളോടൊക്കെ ലളിതമായിട്ട് സംസാരിക്കുന്നില്ല പല കാര്യങ്ങളും, ദൈവിക കാര്യങ്ങൾ, ആത്മീയ കാര്യങ്ങളും. ആത്മീയ കാര്യങ്ങൾക്ക് വന്ന അബദ്ധങ്ങൾ എന്ന് പറയുന്നത്, ആത്മീയം എല്ലാ മതങ്ങളിലും ആത്മീയം കുറച്ച് പേരുടെ പണ്ഡിതന്മാരുടെ കൈകളിലായി. പരിചയ കാലഘട്ടങ്ങൾ അങ്ങനെ വന്നായിരുന്നു. ദൈവം എന്ത് ചെയ്യണമെന്ന് ഈ പരിചയർ തീരുമാനിക്കുന്ന അവസ്ഥ വന്നു. അതിൻ്റെ തിരിച്ചടി എങ്ങനെ വരണത്? ദൈവത്തോട് അടുക്കാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്നത് എന്ത് ശരിയാണ്, എന്ത് തെറ്റാണെന്ന് വേറൊരു ഭാഗം, അത് ഒരു മനുഷ്യരാണേ. അതായത് ഈ മനുഷ്യനോട് പറയാൻ തുടങ്ങി. അപ്പം കുറേ കൂട്ടം മനുഷ്യർ അവർ മറ്റു മനുഷ്യരെ കാണുമ്പോൾ അങ്ങനെയല്ല ദൈവത്തെ എടുക്കേണ്ടത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ റിസർവ് ആക്കി കളഞ്ഞു. ഇത് ഇന്ത്യയിലും ഇതിൻ്റെ ഒരു വലിയ ഒരു സംഭവമുണ്ട്. അതായത് ഇതെല്ലാം ഇപ്പം നമ്മൾ തന്നെ അറിയത്തില്ല, ഇപ്പം ദൈവത്തിനെ അനുഭവിക്കുന്നതിന് വേണ്ടി അവർ ആത്മീയത സങ്കീർണമാക്കി കളയും. ആത്മീയ സങ്കീർണമാക്കുമ്പോൾ എന്ത് പറ്റുമെന്നറിയാം? ഗുരുക്കൾ മസ്റ്റാവും. ശിഷ്യന്മാർ അടിമകളാവും. അപ്പോൾ അടിമകളെ സൃഷ്ടിക്കുന്ന ഒരു ഗുരുത്വ കേന്ദ്രം വരികയും ഇനി നമ്മൾ ഭക്തരെ ഭിക്ഷാന്തഹികളായിട്ട് നിൽക്കുകയും അവർ ക്യൂ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചില ആൾക്കാർ എന്നെ ആൾദൈവമായിട്ട് കാണും. ആൾദൈവത്തെ അറിവില്ലാത്തവർ. ചില ആൾക്കാർ അച്ഛൻ്റെ തന്നെ അനുഗ്രഹം മുഴുവൻ ഇരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് അച്ഛനെ കാണണമെന്ന് നടക്കും. അപ്പോൾ ഇത് അച്ഛൻ അറിയാതെ ഒരു വിഗ്രഹമായിട്ട് മാറുകയാണ്. അങ്ങനെ കൃപാസനത്തിൽ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കൃപാസനത്തിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവത്തിൻ്റെ മാർഗങ്ങൾ സത്യസന്ധമായിട്ട് ഉടമ്പടി എടുക്കുന്ന അച്ഛനെ കാണുന്ന മുമ്പ് തന്നെ ദൈവത്തെ കണ്ടു കഴിഞ്ഞിരിക്കും. ഇനി ദൈവത്തെ കണ്ടു കഴിഞ്ഞവർക്ക് അച്ഛനെ കാണത്തില്ല. ഇതുമാത്രം ആൾക്കാരാണ്. ഞങ്ങൾക്ക് 6 കൊല്ലമായിട്ട് ഉടമ്പടി, 7 കൊല്ലം ഉടമ്പടി എടുക്കും. ഒരിക്കൽ പോയി എന്നെ കണ്ടിട്ട് അവർ മാനേജർ ചോദിക്കും, ഇപ്പോൾ 7 കൊല്ലം ആയല്ലേ ഇപ്പം ഉടമ്പടി, അച്ഛനെ കാണണോ? വേണ്ട. എന്താ കാര്യം? അങ്ങനെ വേണ്ടെന്ന് പറയാൻ കാര്യം, അവരുടെ ഉടമ്പടിയിൽ കറക്റ്റായിട്ട് ദൈവമായിട്ട് കമ്മ്യൂണിക്കബിളാണ്. അതാണ് എൻ്റെ വിഷയം. ഞാൻ അതിനെ ഉദ്ദേശിക്കണത്, നിങ്ങൾ സ്വതന്ത്രരാകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൻ്റെ അടുത്താണ് കൃപയുടെ ബാങ്കിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റുള്ളവരിങ്ങനെ ബാങ്കിൽ നിന്ന് നമ്മൾ ലോൺ എടുക്കണ പോലെ ക്യൂ നിന്ന് ആത്മീയതയെ ഇങ്ങനെ, അത് ക്രിസ്തുവിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ. പഴയ നിയമ കാലഘട്ടങ്ങളിൽ രാജാക്കന്മാർക്കും സൈന്യാധിപന്മാർക്കൊക്കെ ഗിരിയനെ പോലുള്ള നീതിമാന്മാർക്കും ന്യായാധിപന്മാർക്കൊക്കെയാണ് പരിശുദ്ധാത്മാവ് കിട്ടുന്നത്. ഇതൊന്നും ദൈവത്തിൻ്റെ പദ്ധതിയല്ല. അതുകൊണ്ടാണ് പത്രോസ് ഒരു മത്സ്യത്തൊഴിലാളി പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നുകൊണ്ട് പറയണില്ലേ? പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നുകൊണ്ട് പത്രോസ് പറയുന്നത് എന്താണ്? അന്നാളുകളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ എല്ലാവർക്കും അയക്കുമെന്ന്. നിങ്ങളുടെ പിതാക്കന്മാർക്ക് സ്വപ്നങ്ങൾ കാണും, അവർ യൂത്താവും. നിങ്ങളുടെ യുവാക്കന്മാർ ദർശനങ്ങളുണ്ടാകും, അവർക്ക് പക്വത പ്രാപിക്കും, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഉണ്ടാകുന്നു. അപ്പോൾ ഒരു കാരണവശാലും ആരുടെയും ഒരു കെയർ ഓഫിൽ അറിയപ്പെടാൻ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഞങ്ങൾ അൽപ്പോഴുടെ ആൾക്കാരാണ്. അങ്ങനെ പറഞ്ഞാൽ വചനം എടുത്തേ, 1 കൊരിന്തോസ് 1:12. 1 കൊരിന്തോസ് 1:12 സ്റ്റൈൽ നോക്കി.
ഞാൻ പൗലോസിന്റേതാണ്, ഞാൻ പൗലോസിന്റേതാണ്, ഞാൻ അപ്പോളോസിന്റേതാണ്, ഞാൻ കേപ്പായുടേതാണ്, ഞാൻ ക്രിസ്തുവിന്റേതാണ് എന്നിങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പറയുന്നതിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിസ്തു വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അതാണ് വിഷയം. നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാൻഡിൽ പോയാൽ ക്രിസ്തു വിഭജിക്കപ്പെടും. അതായത് നമ്മളിപ്പോൾ ഉടമ്പടി തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ ക്രിസ്തുവുമായി ഉടമ്പടിയിലാണെങ്കിൽ അത് ആ വഴിക്ക് തുറന്നു പോയാൽ ആലപ്പുഴ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴ ഞങ്ങൾ തുടക്കക്കാരായിട്ട് ഞങ്ങൾ ഫോർമാറ്റ് ചെയ്യണത്. പിന്നെ ഏറ്റവും ഞാൻ ആൾക്കാരെ കാണുന്നത് ക്യാൻസർ പേഷ്യൻറ്റ്, പിന്നെ ജപ്തി നടപടിയിലല്ല തകർന്നിരിക്കുന്ന ആൾക്കാരെ ഞാൻ കാണത്തുള്ളൂ. തകർന്നിരിക്കുന്ന ആൾക്കാരെ. കാര്യം അവരോട് നമ്മൾ ഇത് പറയേണ്ടതല്ല. അവർക്ക് ആ തകർച്ചയെന്ന് അവരെ രക്ഷപ്പെടുത്തിയാണ് ആദ്യം. അതുകൊണ്ട് എല്ലാ തകർച്ച എല്ലാവിധ കാര്യം അത് എന്താ അങ്ങനെ വരാൻ കാര്യത്തില്ലേ, ഞാൻ 90കളിൽ ശുശ്രൂഷയ്ക്ക് വരുമ്പോഴേ എനിക്ക് കിട്ടിയൊരു വചനം എന്താ അറിയാമോ? ഹെൽപ്പ് ദോസ് ഹു ഹാർ ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. വായിച്ചേ 2 കൊരിന്തോസ് 1:4. ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യതകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു. ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം അപ്പം ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ക്ലേശങ്ങളിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജോലിയാണ് കൃപാസനത്തിൽ നടക്കുന്നത്. ക്ലേശങ്ങൾ ഹെൽപ്പ് ചെയ്യണം. ഹെൽപ്പ് ദോസ് ഹു ആർ ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. പലതരത്തിലുള്ള ഒരു തരമല്ലല്ലോ. ആൾക്കാർക്ക് പണ്ട് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ മദ്യപാനം മാറാൻ പോകണമെന്നല്ല പറയണം. അങ്ങനെയല്ല, ഓൾ കൈൻഡ് ഓഫ് ട്രബിൾസ്. എന്തെല്ലാം തരം ട്രബിൾസാണ് ആൾക്കാർക്കുള്ളത്. അവരുടെ ജീവിത മേഖലയിലുള്ള എല്ലാ ട്രബിൾസും. ഉടമ്പടിയുടെ ഉദ്ദേശം തന്നെ അതാണ്. ഈ വചനമാണ്. എന്താണ്? എല്ലാ തരത്തിലും ക്ലേശം അനുഭവിക്കുന്നവരെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കിക്കൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക, സൗകര്യപ്പെടുത്തി കൊടുക്കുക, അതിനെ ബോധവൽക്കരിക്കുക, അതിനുള്ള ക്ലാസ്സുകൾ കൊടുക്കുക, അതിനുവേണ്ട ചിട്ടയായ ആധ്യാത്മിക ജീവിതത്തിന് വേണ്ടി അവരെ ബൂസ്റ്റ് ചെയ്യുക. അതൊക്കെ കൃപാസനത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയണത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടുവേലക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ, ദൈവവിളിയോടുകൂടി ഇതിൽ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അച്ഛനെ കോൺടാക്റ്റ് ചെയ്യാം. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ദൈവവിളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ പരിപോഷിപ്പിക്കപ്പെടാവുന്നതിനെക്കുറിച്ച് ഒരു കമൻസിലൂടെ നമുക്കത് പരിഹരിക്കാൻ. അതായത് എനിക്ക് എപ്പോഴും ഇഷ്ടമെന്ന് പറയണത്, ആയിരക്കണക്കിന് പ്രേക്ഷിത ലോകം മുഴുവനും കൃപാസനത്തിനുണ്ട്. അവർ അച്ഛന്മാരെ സിസ്റ്റേഴ്സ് ചെയ്യുന്നതിനേക്കാൾ മനോഹരമായി വെയിലും മഴയും കണ്ട് ഷാപ്പിലും ബാറിലും വരെ പോയി കൃപാസനം പത്രം കൊടുക്കുന്നുണ്ട്. മനസ്സിലായി? അതൊക്കെ അതവരുടെ അങ്ങനെയുള്ള അച്ചിട്ട അഭിഷേകമുള്ള ആൾക്കാരെയാണ് ഞാൻ കൂടുതലായിട്ട്. അപ്പോൾ ആ രീതിയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ അച്ഛനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് ഷാനു. ഞാൻ വൈക്കത്ത് നിന്ന് വരുന്നു. ഞാൻ 2022 ഓഗസ്റ്റ് 8 കൃപാസനത്തിൽ വരുന്നത്. അന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞാൻ വരുന്നത്. അന്ന് ഇവിടെ ആരാധന നടക്കുന്ന സമയമായിരുന്നു. അപ്പം ആരാധന കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുകയുള്ളായിരുന്നു. അപ്പോൾ ഞാൻ ജോസഫ് അച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയിപ്പിൻ്റെ സമയമുണ്ടായി. ആ സമയത്ത് ഒരു പയ്യൻ ഫ്രണ്ടിലിരുന്നു കൊണ്ട് അവനിങ്ങനെ മുട്ടുകുത്തി നിന്നിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പം ഇവിടുത്തെ ഉടമ്പടി എന്താണെന്നോ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന അത്ഭുതങ്ങൾ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ ഈ കുട്ടി ഇങ്ങനെ ഫ്രണ്ടിൽ നിന്ന് മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ തമാശയ്ക്ക് കളിയാക്കി, ഇവന് ഇരുന്നുകൂടെ, എന്തിനാണ് ഇങ്ങനെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നതെന്ന്. അത്ഭുതം എന്ന് പറയട്ടെ, ആരാധന കഴിഞ്ഞു ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഒരിക്കലും ഈ കുട്ടി കേൾക്കാൻ ഇടയില്ല ഞങ്ങൾ തമ്മിൽ സംസാരിച്ചത്. പക്ഷേ ഈ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുക, ചേച്ചി എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണോ വന്നത്? ജോലി അന്വേഷിക്കുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല, ഞാൻ ബിസിനസ്സിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നതാണ്, അല്ലാതെ കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങളും ഉണ്ട്, അതിന് വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ഇവിടെ വന്നില്ലേ, ഇനി ഇന്ന് മുതൽ മാതാവ് ചേച്ചിയെ നോക്കിക്കോളും, ഇനി കണ്ടോ എന്താ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന്. ഞാൻ ഉടമ്പടി എടുത്തു, തിരികെ വീട്ടിൽ പോയി. അന്ന് രാത്രി തന്നെ മാതാവ് എൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു. മാതാവ് എൻ്റെ അടുത്ത് വന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ ഞെട്ടി ഉണർന്നു. പക്ഷേ ഞാൻ ആരോടും പറഞ്ഞില്ല.
ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിട്ടാണ് ഞാനിവിടെ വന്നത് ഈ ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം മുതൽ വിസിബിളായിട്ടുള്ള ചേഞ്ചസ് എൻ്റെ ലൈഫിൽ സംഭവിച്ചു. എൻ്റെ ഹസ്ബൻഡിന് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിറ്റേ ദിവസം മുതൽ ഈ സാമ്പത്തികത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പൈസ കൊടുക്കാനുള്ളവരൊക്കെ വിളിച്ചിട്ട് ഹസ്ബൻഡിന് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 8-ാം തീയതി ഞാനിവിടെ വന്നു. ഇന്ന് മാർച്ച് ഈ ദിവസം വരെ ഞങ്ങൾ എല്ലാ ആഴ്ചകളിലും ഈ കൃപാസനത്തിൽ വരികയും ഏതെങ്കിലും ഒരാഴ്ച എനിക്ക് വരാതിരിക്കാൻ പറ്റില്ല. വരാതിരിക്കുകയാണെങ്കിൽ അന്ന് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകും. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് കൃപാസനത്തിലെ ജോസഫ് അച്ഛൻ്റെ 2 വർഷം മുമ്പ് ജോസഫ് അച്ഛൻ്റെ ഈ കൃപാസനത്തിൻ്റെ കുറേ ട്രോളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഫേസ്ബുക്ക് വഴി ഷെയർ ചെയ്തൊരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞു. ഞങ്ങൾക്ക് പിറ്റേ ദിവസം തിങ്കളാഴ്ച മുതൽ ഓരോ അത്ഭുതങ്ങൾ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഹസ്ബൻഡ് ശനിയാഴ്ച എന്നോട് പറഞ്ഞു, പിറ്റേ ആഴ്ച ശനിയാഴ്ച എന്നോട് പറഞ്ഞു നമുക്ക് അവിടെ പോകാം. ഹസ്ബൻഡ് അങ്ങനെ ദൈവത്തിനോ വിശ്വാസമുള്ള ആളോ അല്ലെങ്കിൽ പള്ളിയിൽ പോവോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. പിറ്റേ ആഴ്ച എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ശനിയാഴ്ച രാത്രി നമുക്ക് പോയി കൃപാസനത്തിൽ പോവാം, മാതാവ് ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് നടത്തി തരുന്നതാണ് ഈ അനുഗ്രഹമൊക്കെ, ഇതൊക്കെ അത്ഭുതങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്, നമുക്ക് പോയി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ആഴ്ചയിലും ഞങ്ങൾ വന്നു. അന്ന് മുതൽ ഇന്ന് വരെ ഒരാഴ്ച പോലും ഞാൻ ഇവിടെ വരുന്നത് ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇവിടെ വരാതെ പോകത്തില്ല. എൻ്റെ അമ്മയെ കാണാതിരിക്കുന്നത് പോലെയാണ് എനിക്ക് മാതാവിനെ ഇവിടെ വരാതിരിക്കുന്ന ദിവസം അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞതുപോലെ മാതാവിനോടോ അല്ലെങ്കിൽ ദൈവവിശ്വാസം അല്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ എല്ലാ ആഴ്ചയും എൻ്റെ കൂടെ വരും, പള്ളികളിൽ പോവും. ഞാനിപ്പോൾ ഏതെങ്കിലും പള്ളിയിൽ എനിക്ക് പോയി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വരും. അങ്ങനെയൊക്കെ ഇപ്പോൾ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗമാണ് എൻ്റെ പേഴ്സണൽ ലോൺ അപ്രൂവ് ആകണം എന്നുള്ളത്. 20 ലക്ഷം രൂപയുടെ ഒരു ലോണായിരുന്നു ഞാൻ വെച്ചിരുന്നത്. അന്ന് ഞാൻ ഒരു കമ്പനിയുടെ ഡയറക്ടർ ആയിരുന്നതുകൊണ്ട് എനിക്ക് പേഴ്സണൽ ലോൺ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ ബാങ്കിൽ നിന്നും റിജക്ഷൻ വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ അഖണ്ഡ ജപമാല റാലി പങ്കെടുത്തോളാം, അതിനു മുമ്പ് തന്നെ എനിക്ക് ഈ ലോൺ അപ്രൂവ് ആക്കി തരണമെന്ന് പറഞ്ഞു. ഓൾമോസ്റ്റ് എല്ലാ ബാങ്കിൽ നിന്ന് റിജക്ഷൻ വന്നു. 2 ആഴ്ച മുമ്പ് തന്നെ അഖണ്ഡ ജപമാല റാലിക്ക് 2 ആഴ്ച മുമ്പ് തന്നെ എനിക്ക് റിജക്ഷൻ വന്നു. അതിനുശേഷം ഒരാഴ്ച മുമ്പ് റാലിക്ക് അഖണ്ഡ ജപമാലയുടെ ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, നീ PL-ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, നിൻ്റെ ഫയൽ ഞാൻ കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ റിജക്ഷൻ കിട്ടിയ ബാങ്കിൽ നിന്ന് SM ആയിരുന്നു അവന്. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ PL-ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു നിൻ്റെ ഫയൽ, ഞാൻ നിനക്ക് റെഡിയാക്കി തരാം, എൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ ഞാൻ നിനക്ക് ലോൺ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അത്ഭുതകരമായിട്ട് അഖണ്ഡ ജപമാല റാലിയുടെ തലേ ദിവസം തന്നെ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ ആവശ്യം വന്നില്ല. എനിക്ക് ബിസിനസ് ലോൺ അപ്രൂവ് ആകില്ല എന്ന് പറഞ്ഞു. എൻ്റെ കയ്യിൽ കുറേ ഡോക്യുമെൻറ്റ്സ് മിസ്സിംഗ് ആയിരുന്നു. അപ്പോൾ ബിസിനസ് ലോൺ അപ്രൂവ് ആകില്ല എന്ന് പറഞ്ഞ ബാങ്ക് എനിക്ക് പേഴ്സണൽ ലോണ് അഖണ്ഡ ജപമാല റാലിക്ക് പങ്കെടുക്കുന്നതിന് തലേ ദിവസം തന്നെ എനിക്ക് അത് പാസ്സാക്കി തന്നു. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിൽ ഞാൻ കുറേ പാഴ്ചകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമായിരുന്നു. ഞാൻ എല്ലാ ഹോസ്പിറ്റലിൽ ഞാൻ ഇവിടെ വന്നിട്ട് എല്ലാ ആഴ്ചയിലും പത്രങ്ങൾ വാങ്ങിക്കൊണ്ട് പോകും. എന്നിട്ട് ഞാൻ എല്ലാ ആഴ്ചയിലും ഹോസ്പിറ്റലിൽ പോയി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ കൊടുക്കുമായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ഉടമ്പടിയിൽ ഞാൻ വെച്ചൊരു നിയോഗത്തിൽ ഏറ്റവും വലിയൊരു അത്ഭുതം നടന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ മദ്യപാനമാണ്. ഹസ്ബൻഡ് 22-ാമത്തെ വയസ്സ് മുതൽ മദ്യപിക്കാൻ തുടങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. ഹസ്ബൻഡിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അത് നിർത്തണം എന്നായിരുന്നു, അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം, ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതി മാതാവ് നല്ല രീതിയിൽ നിർത്തിത്തരണം എന്നായിരുന്നു ഞാൻ മാതാവിനോട് എന്നും കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എല്ലാവരും എന്നോട് ചോദിക്കുമായിരുന്നു, നിനക്കിത് പറഞ്ഞ് മനസ്സിലാക്കാൻ വയ്യേ, നിർത്തിച്ചുകൂടെ എന്ന് ചോദിക്കും. പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ ആരോ ഉള്ളിലിരുന്ന് പറയുന്നത് പോലെ അത് അവൻ തന്നെ നിർത്തിക്കോളും എന്ന്. ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ കുറേ കൂടെ ആക്റ്റീവായിട്ട് ബൈബിൾ വായിക്കുകയും കുർബാനയിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഈ നോയമ്പ് തുടങ്ങിയപ്പോൾ പറഞ്ഞു ഞാൻ നോയമ്പ് എടുത്തോളാമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ 45 ദിവസം കഴിഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ മദ്യപിച്ചിട്ടില്ല. ഞാനിപ്പോൾ ചോദിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയുന്നത്, ഇനിയിപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് ഇനി ഈസ്റ്റർ കഴിയുമ്പോൾ മദ്യപിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് പറയുന്നത്, ഇല്ല ഞാൻ ഇനി മദ്യപിക്കത്തില്ല, എനിക്ക് അറപ്പാണ് വരുന്നത്, ഞാൻ ഇനി മദ്യപിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമാണ് മാതാവ് തന്നത്. അതുപോലെ തന്നെ ഞാൻ എല്ലാ ആഴ്ചയിലും ഇവിടെ വന്നിരുന്ന ആരാധന കൂടും, അല്ലെങ്കിൽ ആരാധന ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വരുന്ന ജപമാല ഫുള്ള് ചൊല്ലും.
രാവിലെ ഒരു 8 മണിയാകുമ്പോൾ ഞാൻ ഹസ്ബൻഡും കയറി കഴിഞ്ഞാൽ ഒരു 1 മണി വരെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ ഫ്രണ്ടിലിരുന്ന് മാതാവിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകത്തുള്ളൂ. അങ്ങനെ ഒരു ദിവസം ഞാനിരുന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരു 10 മണി ആയിട്ടേ ഉള്ളൂ. സാധാരണ ഞാൻ 1 മണിയാകുമ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങുന്നത്. ഞാൻ ഒരു 10 മണിയായപ്പോൾ എൻ്റെ ഉള്ളിലിരുന്നിട്ട് ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉള്ളിലിരുന്നിട്ട് ആരോ പറയുന്നു പെട്ടെന്ന് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകണമെന്ന്. അപ്പോൾ എനിക്ക് ജപമാല പൂർത്തീകരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ചൊല്ലാനേ പറ്റുന്നില്ല. നീ പോ ആരാണ്ട് എന്നോട് പറയുന്നത് പോലെ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഹസ്ബൻഡിനോട് പറഞ്ഞു, വാ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്താ ആരാധന കഴിഞ്ഞിട്ടില്ലല്ലോ, നമുക്ക് അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് പോയി. കാറിൽ കയറിയതിന് ശേഷം ഞാൻ പറഞ്ഞു, നമുക്ക് വണ്ടാനം മെഡിക്കൽ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, വണ്ടാനം മെഡിക്കൽ കോളേജ് എവിടെയാണെന്ന് അറിയാമോ, എത്ര ദൂരം ഉണ്ടെന്ന് അറിയാമോ, നീ എന്തിനാ ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് പത്രം കൊണ്ട് കൊടുക്കാനാന്ന് പറഞ്ഞു. എന്നെ കുറേ വഴക്ക് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്നിട്ട് ഞാൻ പത്രം കൊടുത്തിട്ട് കുറേ പേരെ എനിക്ക് സഹായിക്കാൻ പറ്റി. അതിലൊരു ചേച്ചി, ഒരു കുഞ്ഞുമായിട്ട്, ഹസ്ബൻഡ് ഇല്ലാത്തൊരു ചേച്ചിയായിരുന്നു, കുഞ്ഞുമായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പത്രം കൊണ്ട് ചെന്നു. ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി ഇത് മാതാവിൻ്റെ പത്രമാണ്, വിഷമങ്ങളെല്ലാം മാറും, ഈ പത്രം വായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, എല്ലാവരും ഈ പത്രം കൊണ്ട് തരുന്നുണ്ട്, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അതെന്താ, ഞാൻ എല്ലാവരും തരുന്ന പോലെയല്ല, ഞാൻ ചേച്ചിയെ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എന്നെ 2 വർഷം മുമ്പ് എടുത്ത ഉടമ്പടിയുടെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ചേച്ചി എന്നെ കാശുരൂപം എടുത്തിട്ട് എൻ്റെ കയ്യിലേക്ക് കാണിച്ചു. ഇത് കണ്ടോ, ഞാൻ ഇങ്ങനെ എൻ്റെ 2 വർഷം മുമ്പ് എടുത്ത ഉടമ്പടിയുടെ കാശുരൂപം, ഞാനിത് പിന്നെ പുതുക്കാനൊന്നും പോയിട്ടില്ല, സാഹചര്യങ്ങളും കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു മാതാവിനോടെന്ന് പറഞ്ഞു. അങ്ങനെ ആ കാശുരൂപം കാണിച്ചു. ഞാൻ ആ ചേച്ചിയെ വിളിച്ച് മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി. ഞാനപ്പം അവരോട് ചോദിച്ചു, ഈ ചേച്ചിക്ക് വേണ്ട മരുന്ന് വാങ്ങിച്ചു കൊടുക്കും, കുഞ്ഞിന് വേണ്ട മരുന്നൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, തലേദിവസവും ഈ ചേച്ചി വന്ന് മരുന്ന് ചോദിച്ചു. 2-3 പ്രാവശ്യം ഞങ്ങൾ കൊടുത്തു. ഇനിയിപ്പോൾ ഓണർ പറയാൻ ഞങ്ങൾക്ക് കൊടുക്കാൻ നിവൃത്തിയില്ല, സാർ എന്തെങ്കിലും പറയണം, മോള് വന്നല്ലോ, മോളത് കൊടുക്കാൻ സാധിച്ചല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അതുപോലെ തന്നെ വേറെ ചേർത്തല ഒരു ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഇതുപോലെ എനിക്കൊരു അനുഭവം വന്നു. മാതാവ്, ഞാൻ പോയി കഴിഞ്ഞിട്ട് അവിടെയും ഒരു ചേച്ചി ഇതുപോലെ ഹസ്ബൻഡിന് വയ്യാതെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അതും ആ ചേച്ചി പണ്ട് എപ്പോഴും എടുത്ത ഒരു ഉടമ്പടിയുടെ കാശുരൂപം വെച്ച് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ആ ചേച്ചിയെ കാണാൻ പറ്റി, അതുപോലെ സഹായിക്കാൻ പറ്റും. അപ്പോൾ ഈ ഉടമ്പടിയുടെ പത്രങ്ങളൊക്കെ കൊടുക്കാൻ എനിക്കിപ്പോൾ ഭയങ്കര ആകാംക്ഷ, മീൻസ് എനിക്ക് കൊടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഞാൻ എല്ലാ ആഴ്ചയും വന്നിട്ട് പത്രങ്ങൾ വാങ്ങിയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ ഭയങ്കര, എനിക്ക് അത് കൊടുക്കുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എൻ്റെ ഉടമ്പടി തീരുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 6-ാം തീയതി ആയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്കൊരു പേയ്മെൻറ്റ് കിട്ടാനുണ്ടായിരുന്നു, എൻ്റെ ക്ലയൻറ്റിൻ്റെ കുറച്ച് ഫണ്ട് റിലീസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ച ഡേറ്റ് എന്ന് പറഞ്ഞ, ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാം ഡേറ്റ് പറയുന്നത് മാർച്ച് 15-ന് മുമ്പ് എനിക്ക് ആ ഫണ്ട് കിട്ടണം എന്നായിരുന്നു മാതാവിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഉടമ്പടി 6-ാം തീയതി ആയപ്പോൾ കഴിഞ്ഞു. ഞാൻ അപ്പോഴും മാതാവിനോട് പറഞ്ഞു, മാതാവ് ഞാൻ അത് വെച്ചിട്ട് എനിക്ക് നടത്തി തന്നില്ലല്ലോ, അത് എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വിഷമത്തോടെ പറഞ്ഞു. അപ്പോൾ ഈ 15-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റ് വെച്ചിട്ട് എനിക്ക് 2-3 പേർക്ക് ഫണ്ട് കൊടുക്കാനുണ്ടായിരുന്നു. അവരോടൊക്കെ ഞാൻ പറയുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ മാർച്ച് 15-ാം തീയതി എൻ്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് പറയുന്നുണ്ട്, മാതാവേ മാർച്ച് 15-ന് മുമ്പേ നടത്തി തരണേ. പക്ഷേ ഒരു ഹോപ്പും ഇല്ല, അവർ കിട്ടുമെന്ന് അവരുടെ റെസ്പോൺസ് ഒന്നുമില്ല, മെയിലൊന്നും അയച്ചിട്ട് റിപ്ലൈ തരുന്നില്ല, അങ്ങനെയായിരുന്നു. അപ്പോൾ മാർച്ച് 12-ാം തീയതി ഞായറാഴ്ച ഞങ്ങളിവിടെ വന്നു, ഞാനും ഹസ്ബൻഡും വന്നു. അന്ന് ആരാധന ഉണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് തടസ്സങ്ങൾ വന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് 12-ാം തീയതി രാത്രി ഉറങ്ങുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഈ 15-ാം തീയതി ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, ഫണ്ട് കൊടുക്കണം, ഒന്നും റെഡി ആയിട്ടുമില്ല, ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ നല്ല ടെൻഷനിൽ ഇരിക്കുവാണ്. 13-ാം തീയതി ആയപ്പോഴത്തേക്കിന് എനിക്ക് ഭയങ്കര മനസ്സിന് സമാധാനവും ഒരു കുളിർമയും, ഞാൻ മാതാവിനെ നോക്കുമ്പോഴൊക്കെ എനിക്ക് ചിരിയും വരുവാണ്, സന്തോഷവും എന്തൊക്കെയോ വരുന്നു. പക്ഷേ എനിക്കൊരു കൺഫർമേഷനും കിട്ടിയിട്ടില്ല, ഫണ്ട് തരാമെന്നോ ഒന്നും ആരും പറയുന്നുമില്ല. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷം. 13-ാം തീയതി വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ആ ഫണ്ട് തരാനുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ ഒരു ഫ്രണ്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, ഇനി ഷാനു വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കാനുള്ള പെൻഡിങ് ഉള്ള പേയ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അവൾ വർക്ക് ചെയ്യുകയുള്ളൂ, അത് എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ പറഞ്ഞു. അതുകൊണ്ട് പുള്ളിക്കാരൻ എനിക്ക് 13-ാം തീയതി രാത്രി ആയപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു, മാഡം ഞങ്ങൾ ഫണ്ട് റിലീസ് ചെയ്യാം, പക്ഷേ ഫുൾ എമൗണ്ട് തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു, അയ്യോ ഫുൾ എമൗണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ശരിയാകത്തില്ല, എനിക്ക് കൊടുക്കാനുള്ളത്. ഞാൻ എന്നിട്ട് മാധവനോട് പറഞ്ഞു, എൻ്റെ 15-ാം തീയതി എൻ്റെ ബർത്ത്ഡേയാണ്, എന്നെ കരയിക്കരുത്, എനിക്കത് നടത്തി തരണമെന്ന് പറഞ്ഞു. എനിക്ക് ഇവർ തരുമെന്ന് ഒരു ഉറപ്പും ഇല്ലായിരുന്നു. 14-ാം തീയതി രാത്രി തന്നെ എനിക്ക് ആ ഫണ്ട് അവരെനിക്ക് റിലീസ് ചെയ്തു തന്നു. അതുപോലെ തന്നെ എനിക്ക് ഈ കിട്ടിയ അനുഭവങ്ങളിൽ ഏറ്റവും
എനിക്ക് എറൗണ്ട് ഒരു 9 lakhs 9 ലക്ഷത്തോളം രൂപ എനിക്ക് അവർ ഒറ്റ ദിവസം കൊണ്ട്, ഒരു ദിവസത്തിലെടുത്ത തീരുമാനത്തിൽ എനിക്ക് ആ 9 ലക്ഷം രൂപയും എനിക്ക് 13-ാം തീയതി വൈകുന്നേരം എൻ്റെ അക്കൗണ്ടിൽ അവർ ക്രെഡിറ്റ് ആക്കി തന്നു. പറഞ്ഞതുപോലെ തന്നെ 15-ാം തീയതിക്ക് മുമ്പ് മാതാവ് എനിക്ക് ആ ഫണ്ട് തന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഓരോരോ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എണ്ണി പറയാൻ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഒരുപാട് പറഞ്ഞാൽ തീരാത്ത അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്നു. എന്നെക്കാട്ടി കൂടുതൽ എൻ്റെ ഹസ്ബൻഡിനാണ് അനുഗ്രഹങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഹസ്ബൻഡിന് ദൈവത്തിനോടുള്ള വിശ്വാസം വർദ്ധിച്ചു. എൻ്റെ ഹസ്ബൻഡ് പള്ളികളിൽ ഇപ്പോൾ പോകാൻ തുടങ്ങി. എല്ലാവർക്കും അത്ഭുതമാണ്. അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ പോകുന്നത് കാണുമ്പോൾ ഒക്കെ എല്ലാവർക്കും അത്ഭുതമാണ്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ മാതാവിനോട് നന്ദി പറയുന്നു. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമാണ്. ഈ ഉടമ്പടിയിൽ നമ്മൾ കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മാതാവ് വാരിക്കോരി അനുഗ്രഹം തരുമെന്ന് എനിക്ക് 100% ഉറപ്പാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.